ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫർഷി സൽവാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ പാൻറ് കെട്ടുന്നത് അവിടെ നിന്നും ഫ്ലോറിലേക്ക് തട്ടുന്ന രീതിക്ക് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്, അതിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കറക്റ്റ് അളവ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 3 ഇഞ്ച്. ഇപ്പോൾ എക്സാമ്പിൾ 39 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കിട്ടുന്ന അളവിൽ നിന്നും ബെൽറ്റ് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബെൽറ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് 5 ഇഞ്ചാണ് ബെൽറ്റിനായിട്ട് മാറ്റുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അളവ് എത്രയാണോ അതിൽ നിന്ന് 5 ഇഞ്ച് ബെൽറ്റ് മൈനസ് ചെയ്തിട്ടുള്ള അളവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് അടയാളപ്പെടുത്തണം. അപ്പോൾ ക്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഹിപ്പ് റൗണ്ട് നമുക്ക് എത്രയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/3 ഭാഗം കാണാം. എന്നിട്ട് ആ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച്, അതായത് നമ്മുടെ ബെൽറ്റ് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 14 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 5 ഇഞ്ച് നമ്മുടെ ബെൽറ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന 9 ഇഞ്ചാണ് ക്രോച്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബോട്ടം ലൂസ് 11 ഇഞ്ചാണ്, ലൂസായിട്ടാണ് ഇത് കിടക്കുന്നത്. 11 ഇഞ്ച് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് അടക്കാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ക്രോച്ചിൽ നിന്നും ഈ ഒരു ബോട്ടം ലൂസിലേക്ക് വരച്ചു കൊടുക്കുക. ഇപ്പോൾ കർവ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി അതല്ല സ്ട്രെയിറ്റ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ചെറിയൊരു ഷേപ്പ് കർവ് ഇട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മീതത്തെ ഭാഗവും ഫോൾഡഡ് ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി ബെൽറ്റാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബെൽറ്റ് 5 ഇഞ്ചാണല്ലോ, അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, ഇലാസ്റ്റിക് വെക്കാനും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ച്. ആ 12 ഇഞ്ചും 8 ഇഞ്ചുള്ള അളവാണ് നമ്മൾ ബെൽറ്റായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 4ആയി ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് 12 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തുമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഒരു ക്രോച്ച് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ക്രോച്ച് ഭാഗം നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ 2 ക്രോച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു നൂലിങ്ങനെ നിൽക്കുന്ന കാരണം തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ് മാത്രമല്ല ആരി എംബ്രോയിഡറി, ഹൂപ്പ് എംബ്രോയിഡറി, അതുപോലെ തന്നെ റെസിൻ ആർട്ട്, പഞ്ച് നീഡിൽ, ഹൂപ്പ് ആർട്ട് ഇതെല്ലാം ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത്. ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വെറും 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ തുമ്പിനെ ഒന്ന് ഇതുപോലെ മറച്ച് വെച്ചിട്ട് വേണം അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമുക്ക് ഉള്ളിലേക്ക് പൊക്കോളും. അപ്പോൾ നൂല് പിന്നുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അടുത്ത അതേപോലെ തന്നെ ഈ ഒരു വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഹാൻഡ് എംബ്രോയിഡറി, ആരി എംബ്രോയിഡറി ഒക്കെ ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ക്രോച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനെ ഇതുപോലെ എടുക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ഫോൾഡ് ഭാഗത്തുനിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോൾഡിംഗ് ആണ് നമുക്ക് ഈ ഒരു സൽവാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ഇഞ്ചിലേക്കാണ് നമ്മളത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ, അതായത് നമുക്കിപ്പോൾ ഇവിടെ ഇത് ഫ്രണ്ടും ബാക്കും, അപ്പോൾ ഈ രണ്ടും ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കേട്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിൻ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിനെ മാറ്റുക, ഈ ഒരു ബാക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഈ വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫോൾഡ് ഭാഗത്ത് രണ്ട് സൈഡിലും ഇതുപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ബാക്ക് വശം മാറ്റിയിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ ഈ വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് തുടങ്ങാം. പ്ലീറ്റ് ഇടുമ്പം 1 ഇഞ്ച് ഗ്യാപ്പിൽ, 1 ഇഞ്ചിൻ്റെ ആ ഒരു അളവിൽ വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്രോച്ച് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ക്രോച്ച് ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുവരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ബാക്കിലും ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2-3 ഇഞ്ച്, അതായത് നമ്മുടെ ബെൽറ്റിന്റെ കറക്റ്റ് അളവാകുന്ന രീതിയിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കറക്റ്റ് ക്രോച്ചിന്റെ അവിടുന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ക്ലോത്തിന്റെ വിട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ബാക്കിലും ഞാൻ ഇതുപോലെ തന്നെ ഒരു 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട്, 2 സൈഡിൽ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബെൽറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബെൽറ്റ് ഇതുപോലെ 2ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബെൽറ്റ് പീസ് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഇത് ഇതേപോലെ വെച്ചുകൊടുക്കാം. വെച്ചുകൊടുത്തതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഒരേപോലെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു കുഞ്ഞ് 2 പ്ലീറ്റ് കേട്ടോ, ഒരു 1/2 ഇഞ്ചിൽ വരുന്ന പ്ലീറ്റ്. ഈ പ്ലീറ്റ് നമുക്ക് നമ്മുടെ ഒരു ബെൽറ്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ മടക്കി തയ്ക്കാൻ ഇലാസ്റ്റിക് വെക്കാൻ അതിന് മുന്നേ ഞാൻ താഴ്ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3.5 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു ക്യാൻവാസ് ഞാൻ ഇവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്താണ്, ബോട്ടം ഭാഗത്ത് 3.5 ഇഞ്ച് വീതിയിൽ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ.
ഇതേപോലത്തെ ഒരു പീസും, അതായത് ഇത് 3.5 ആണല്ലോ, അപ്പം അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലായിട്ട് ഇതുപോലത്തെ ഒരു പീസും കൂടെ എടുക്കാം. ഇട്ടതിന് ശേഷം നല്ല വശം ചേർത്ത് വെച്ച് ക്യാൻവാസിൻ്റെ അകത്ത് കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇങ്ങോട്ട് മറിച്ച് ഇത് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഇങ്ങനെ മടക്കി ക്യാൻവാസ് കാണാത്ത രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതിയിൽ ഇത് മുഴുവനായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തു. 4 ഇഞ്ചിലാണ്, അതായത് നമ്മളൊരു ഫൂട്ടിൻ്റെ ആ ഒരു വീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്തെടുക്കുക. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ടുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അരവണ്ണം, നമ്മൾ എവിടെയാണോ പാൻറ് കെട്ടുന്നത് അവിടുത്തെ ആ അരവണ്ണം എടുക്കുക. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ അരവണ്ണത്തിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് എടുക്കേണ്ടത്. പിന്നെ എടുത്തിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫർഷി സൽവാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫർഷി സൽവാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലീറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഈ താഴ്ഭാഗം കണ്ടില്ലേ, കണ്ടോ, ഈ ഒരു സ്റ്റിച്ചുമാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്.